അയ്യോ, വേദന കുറഞ്ഞു? സാറ് തൊട്ടപ്പോഴേ കുറഞ്ഞു. അവിടെ അവളുമാരിപ്പോ ഭയങ്കര വിമർശനമായിരിക്കും. എല്ലാവർക്കും വലിയ അസൂയ. ആരെന്ത് പറഞ്ഞാലും എന്റെ രാധയെ ഞാൻ ഏഷ്യാഡിന് കൊണ്ടുപോകും. സ്വർണ്ണ മെഡൽ വാങ്ങിച്ച് തരികയും ചെയ്യും. എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ സംതൃപ്തിയോടെ മരിക്കും. അയ്യോ, അത് വേണ്ട. എങ്കിൽ പിന്നെ കല്യാണം കഴിച്ചുകളെ അല്ലേ? അത് മതി. കല്യാണക്കാര്യം പറഞ്ഞപ്പോ നാണം ഓടിക്കേറി വന്ന കണ്ടോ? വിയർത്തല്ലോ. മിസ്റ്റർ മേനെ, നാട്ടകത്ത് നമ്മൾ തോമസിന്റെ എസ്റ്റേറ്റ് വിൽക്കാൻ പോകുന്നു കേട്ടു. ഒന്ന് പോയി നോക്കിക്കൂടെ? ഞാനും അറിഞ്ഞു. വില എങ്ങനെയാണാവോ? ആദ്യം പോയി തോട്ടം ഒന്ന് കാണുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ നമുക്ക് വിലയുടെ കാര്യം തിരക്കാം. ശരി, നാളെ തന്നെ നോക്കിക്കളയാം. എന്താ രാധ? സാരമില്ല, ഒരു കല്ല് തട്ടി. കാപ്പി കൊണ്ടുപോടി അവിടുന്ന്, കൊണ്ടുപോകാൻ. എന്താ ഇത്? എന്താണെന്ന് അറിയണോടി? മകളെ വളർത്തി വിട്ടിരിക്കുന്നു. ഇനി മേലാൽ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോരുത്. ഓടിയകത്ത് പോകാൻ. എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്നോ? അവൾ പഠിക്കാൻ പോയിരിക്കുന്നു റബ്ബർ തോട്ടത്തിൽ. ആങ്ങളമാർ രണ്ടുപേരും അപ്പുറത്ത് നിപ്പുണ്ടായിരുന്നു. കൊച്ചുപെങ്ങളെ കണ്ടവന്റെ പുറകെ പോകാൻ കാരൂര് വിട്ടേച്ച് മീശമ്പിച്ച് നടക്കുന്നു നാറികൾ. അച്ഛൻ എന്തായി പറയുന്നത്? പെങ്ങള് രാവിലെ ഓടാനെന്ന് പറഞ്ഞ് പോകുന്നുണ്ടല്ലോ. എവിടെയാ പോകുന്ന നിങ്ങൾ അന്വേഷിച്ചുണ്ടോ? ഉണ്ടോ? അവള് പോകുന്നതേ റബ്ബർ തോട്ടത്തിലേക്കാ, അവളെ സാറിന്റെ കൂടെ. അവനവളെ ഓട്ടം പഠിപ്പിക്കുകയല്ല, വേറെ എന്താ പഠിപ്പിക്കുന്നത്? ആണുങ്ങളെ നടക്കുന്നു. വാ. നീ ഞങ്ങളുടെ പെങ്ങളെ ഏഷ്യാഡിന് കൊണ്ടുവന്നുണ്ടോ? അയ്യോ, ഈശ്വരനെ വിചാരിച്ച് ദേഹോദ്രം ഏൽപ്പിക്കരുത്. സത്യമൊക്കെ ഞാൻ പറയാം. ഏഷ്യാഡിന് പോണോന്ന് കുട്ടി ശ്രമിച്ചു നോക്കാമെന്ന് ഞാൻ. അതിനുവേണ്ടി ദിവസവും പ്രാക്ടീസ് കൊടുക്കുമായിരുന്നു. ഇതിനപ്പുറം യാതൊന്നുമില്ല. യാതൊന്നുമില്ലേ? ഇല്ല, സത്യമായിട്ടും ഇല്ല. ഉണ്ടെന്ന് തെളിഞ്ഞാലോ? ഉണ്ടെന്ന് കുട്ടി പറഞ്ഞു. പറഞ്ഞു, അതുകൊണ്ടല്ലേ ചോദിച്ചത്. കുട്ടിക്ക് എന്നോട് സ്നേഹം തോന്നുന്നു എന്ന് പറഞ്ഞു. ശ്രമിച്ചു നോക്കാമെന്ന് ഞാനും പറഞ്ഞു. വേറെ ഒന്നും ഉണ്ടായില്ലേ? ഉണ്ടായെന്ന് കുട്ടി പറഞ്ഞോ? കുട്ടി 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 അവന്റെ ഒരു കുട്ടി. കാര്യത്തിന്റെ ഗൗരവം കുറയ്ക്കാനാണ് കുട്ടിയാക്കുന്നത്. വേറെ ഒന്നും ഉണ്ടായില്ലടാ. ഇനിയുള്ളത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. കാര്യം പറയടോ. സാറേ, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാം, എന്നിട്ട് എവിടെങ്കിലും പോയി കല്യാണം കഴിച്ച് ജീവിക്കാം എന്ന് കുട്ടി. പാടില്ല, പാടില്ല കുട്ടി. അത് കുട്ടിയുടെ സഹോദരന്മാർക്ക് അപമാനമാണ്.
അവരും എന്നെ പോലെ യുവാക്കളല്ലേ, ഞാനായിട്ട് അവരെ അപമാനിക്കില്ല എന്ന് ഞാൻ. സാർ ഒരു ഭീരുവാണ് എന്ന് കുട്ടി. ഓ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാൻ. ഇതിനപ്പുറം വേറെ യാതൊരു രംഗവും ഉണ്ടായിട്ടില്ല കേട്ടോ സാർ. നിനക്ക് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ കുറച്ചു കാലം കൂടി. എങ്കിൽ മേലാ ഞങ്ങളുടെ സഹോദരിയെ കാണരുത്. ഇല്ല. കണ്ടാ നിന്റെ എല്ലാം അടിച്ചോടിക്കും. സൂക്ഷിച്ചോ. എന്താ സാറേ? ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിന്ന് സംസാരിച്ചിട്ടൊക്കെ ഓടിയാ മതി. അതെന്തിനാ? ഇനി നിന്നോട് മിണ്ടിയാൽ എന്റെ എല്ല് തല്ലി ഓടിക്കുമെന്നാണ് എന്റെ ഏട്ടന്മാര് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ സ്റ്റേറ്റിലെ ഹെവി വെയിറ്റ് ചാമ്പ്യൻ ആണെന്നുള്ള കാര്യം ഇവന്മാർക്ക് അറിയില്ല. മണക്കൂസന്മാർ എന്റെ ഈ കൈ കൊണ്ട് രണ്ടെണ്ണം കൊണ്ടാലുണ്ടല്ലോ. എന്നൊന്നും ചെയ്യില്ല. അയ്യോ എന്നെ ഉപദ്രവിക്കരുത്. അയ്യോ, ഇനി പ്രേമവും വേണ്ട, കോച്ചിങ്ങും വേണ്ട. കാപ്പി. രാധയെ കോളേജിൽ അയക്കണ്ടേ? എന്തിനാ? ഇനി തെറ്റൊന്നും ചെയ്യില്ലെന്ന് അവള് പറയുന്നേ. ശരി ചെയ്യുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഏതായാലും ഈ വർഷം കൂടി പൊയ്ക്കോട്ടെ, പരീക്ഷ അടുത്തില്ലേ. പരീക്ഷയ്ക്ക് പഠിക്കുകയാണോ റബ്ബർ തോട്ടത്തിൽ? ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് അവൾ ആണയിട്ട് പറഞ്ഞു. ഉണ്ടായാൽ തൊഴിൽ മേടിക്കുന്നത് നീയാ, പറഞ്ഞില്ലെന്ന് വേണ്ട. പോയി പഠിച്ചോട്ടെ. നീ പൊയ്ക്കോ മോളെ. എടീ, നിന്റെ ഉടുപ്പൻ നിക്കറൊക്കെ ഇന്ന് തന്നെ എത്തിച്ചറിഞ്ഞോണം. മേലാൽ അത് ഇട്ട് കാണരുത്. ശരി അച്ഛാ. എടി, നിന്റെ ആങ്ങളമാരുണ്ടല്ലോ ആ തെണ്ടികൾ, വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് വേണം? രണ്ടിന്റെയും കുടലെടുത്തിട്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോന്നവന്ന് എന്ന് പറഞ്ഞേക്ക്. കയ്യെ കെട്ടിട്ട് എന്റെ കുടലെടുക്കാഞ്ഞത്? അവരെ കണ്ടിട്ടാണോടി നീ ഞെളിയുന്നേ? ഞാൻ രണ്ടും കൽപ്പിച്ച് നടക്കുന്നവനാ. ഈ വഴിയെ ഞാൻ നടത്തത്തില്ല. അവൻ എന്റെ സഹോദരിയെ വരട്ടാൻ മാത്രം വളർന്നോ? സൂക്ഷിക്കണം ചേട്ടാ, അതിനു വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. നീ പേടിക്കാടി. നാളെ നീ ആ വഴി തന്നെ കോളേജ് പോ. ഞാൻ അവനെ കൈകാര്യം ചെയ്തോളാം. എന്താടി പറഞ്ഞോ? എവിടെയാടി നിന്റെ ആങ്ങളമാര്? അതാ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീധരൻ. കാര്യങ്ങൾ ഞങ്ങളെ അമ്മ പറഞ്ഞോളാം. നീ പൊയ്ക്കോ. പൊയ്ക്കോടി. പിന്നെ എന്തൊക്കെയുണ്ട് ശ്രീധര വിശേഷങ്ങൾ?
ധാവണി കീറി കെട്ടിത്തരട്ടെ? ആ അതൊക്കെ സിനിമയിൽ പോക്കറ്റിൽ കർച്ചീഫില്ലേ, അതെടുത്തങ്ങ് കെട്ടിയാ മതി. അത്രയ്ക്കുള്ള മുറിവേ ഉള്ളൂ. അയ്യോ പോവാന്നോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്നും പറയണ്ട. എന്നെ ഒന്ന് മോട്ടോർ സൈക്കിളിൽ കൊണ്ട് വിട്ടതിനെ അച്ഛൻ ഒത്തിരി വഴക്ക് പറഞ്ഞു. പകല് കണ്ടാലല്ലേ ഉള്ളു വഴക്ക്. എന്നാ രാത്രി വന്നേക്കാം. അച്ഛൻ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. അന്നായിരിക്കും നിന്റെ അച്ഛന്റെ അന്ത്യം.